ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്ക് ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. ഇതേ മെഷർമെൻറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് റെഡിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിനൊട്ടും തന്നെ സമയം കളയാതെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് വരാം. അതിന് മുൻപേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂറൊന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിയിൽ സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കാനായിട്ട് 3 അച്ച് ശർക്കരയിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ല രീതിയിലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് അരിച്ചു മാറ്റി വെക്കണം. മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഏകദേശം ഒരു 3/4 കപ്പിനടുത്ത് വെള്ളം കൂടി ചേർത്ത് ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് 2 ഏലക്ക കൂടി ചേർത്തിട്ട് വേണം കേട്ടോ നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും ചെറിയൊരു തിക്നെസ് നമ്മുടെ മാവിനുണ്ട്. ഇത്ര തിക്നെസ് നമുക്ക് ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേ സമയം തന്നെ നമ്മുടെ ശർക്കര പാനി നല്ല രീതിയിലൊന്ന് ചൂടായിട്ടുണ്ടാകും, അതായത് നല്ല കംപ്ലീറ്റ് ആയിട്ടൊന്ന് നല്ല മെൽറ്റായി വന്നിട്ടുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ നമ്മുടെ ശർക്കര പാനീൻ്റെ ചൂട് കുറയാൻ വേണ്ടി പാടില്ല. നമ്മൾ ഫ്ലെയിമിൽ നിന്ന് എടുത്ത് അതേ സെയിം ടൈമിൽ തന്നെ വേണം നമ്മുടെ ഈ ബാറ്ററിലേക്ക് റെഡിയാക്കാനായിട്ട്. അങ്ങനെ ആവുന്ന സമയത്താണ് നമ്മുടെ കലത്തപ്പത്തിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആര് നമുക്ക് ഉണ്ടാവുള്ളൂ. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വെള്ളത്തിൻ്റെ ഒരു ടെക്സ്ചറാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലത്തപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുക്കർ നല്ല രീതിയിലൊന്ന് ചൂടാവുന്ന സമയത്ത് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ചേർത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല രീതിയിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ ചെറിയുള്ളിയും കൂടി നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുത്ത് ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് കലത്തപ്പം റെഡിയാക്കി എടുക്കുക. ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഫ്ലെയിം ഹൈയിലായിരിക്കണം. ബാറ്റർ ഒഴിച്ച് ഏകദേശം ഒരു 5-6 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കതിൻ്റെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ വിസിലെടുത്ത് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുക്കറിൻ്റെ അടിയിൽ പഴയ തട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് അടിയൊന്നും കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു 30 മിനിറ്റിനകത്ത് തന്നെ ഇത് നല്ല രീതിയിൽ എനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. കുക്ക് ചെയ്യുന്ന സമയം ഏകദേശം നിങ്ങളുടെ ഫ്ലെയിമിനെയും അതേപോലെ കുക്കറിൻ്റെ സൈസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. ഞാൻ എടുത്തിട്ടുള്ള കുക്കർ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളൊരു കുക്കറാണ് കേട്ടോ. അങ്ങനെ നല്ല രീതിയിലൊന്ന് ചൂടാറിയപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്നൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മാവ് ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് എന്തായാലും ഒന്ന് ട്രൈ ആക്കണേ.